ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 5:11-12 ഞാനെല്ലാം വായിക്കുന്നില്ല. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് അറിയുന്നു. ഞാൻ കാരണം അല്ലെങ്കിൽ ഞാൻ നിമിത്തം, യേശു പറഞ്ഞത്, ഞാൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിപ്പിൻ, നിങ്ങളുടെ പ്രതിഫലം വളരെ വലുതാണ് സ്വർഗത്തിൽ എന്ന്. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെ, യേശു കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നു എന്നുണ്ടെങ്കിൽ ഇതേ യേശു കർത്താവ് നമ്മോട് പറഞ്ഞ കാര്യമാണിത്. നമ്മുടെ ജീവിതത്തില് ഇതുപോലുള്ളതായ ഉപദ്രവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. യേശുക്രിസ്തുവിനുണ്ടായ ഉപദ്രവങ്ങളുടെ അതേ അളവിൽ നമ്മൾ ഉണ്ടായില്ലെങ്കിൽ അതേപോലെയുള്ള വ്യത്യസ്തമായ ഉപദ്രവങ്ങൾ, വിഷമങ്ങൾ നമുക്കുണ്ടാകും. അതിന് നമ്മൾ ഇറങ്ങിത്തിരിച്ച് മറ്റു മതത്തിലെ വിശ്വസിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ മതം മാറ്റുകയോ അല്ലെങ്കിൽ അവരുടെ ജാതി മാറ്റുകയോ അവരുടെ ആശയങ്ങൾക്ക് മാറ്റം വരുത്തുകയോ അവരുടെ ജോലി നഷ്ടപ്പെടുത്തുകയോ അങ്ങനെ ഈ സമൂഹത്തിൽ നമ്മളങ്ങോട്ട് ഇടിച്ചു കയറി വലിയ അത്ഭുതങ്ങളൊക്കെ കാട്ടിയാലേ ഉപദ്രവം ഉണ്ടാവുള്ളൂ എന്നൊന്നുമില്ല. യഥാർത്ഥത്തില് യേശുവിനെ ഹൃദയത്തില് ഉൾക്കൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ തന്നെ ക്രിസ്തുവിന്റെ ആ സ്നേഹം, ദൈവസ്നേഹം നമ്മളുമായി ബന്ധപ്പെടുന്ന, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ നാം പകരുമ്പോൾ തന്നെ, അങ്ങനെ ആയിരിക്കുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം, നമുക്ക് ഉപദ്രവം ഉണ്ടാകും. അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിന് എഴുതുമ്പോൾ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു. 2 തീമോത്തിയോസ് 3:12 പറയുന്നത്, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് ഒക്കെയും ഉപദ്രവം ഉണ്ടാകും. അതാണ് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, പ്രധാനമായി 3 രീതിയിലുള്ള ഉപദ്രവങ്ങൾ നമുക്കുണ്ടാകും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ 3 വിഷയങ്ങളാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. ഒന്ന്, നമ്മെ പരിഹസിക്കുന്ന ഭാവത്തിലുള്ള പെരുമാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മെ മറ്റുള്ളവരുടെ മുമ്പാകെ അംഗീകരിക്കാതെ ഇകഴ്ത്തിക്കളയുന്നതായ തോന്നി, നമ്മുടെ അഭിപ്രായത്തിന് ഒരു വിധത്തിലും വില കൽപ്പിക്കാതെ അങ്ങനെ നമ്മെ വിഷമിപ്പിക്കുന്നത്. ഇതിനേക്കാളും ഏറ്റവും വലിയത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മെക്കുറിച്ച് അപരാധങ്ങൾ മറ്റുള്ളവരോട് പറയുക, ഇല്ലാത്ത കഥകൾ. അതാ പറയുന്നത്, ഇല്ലാത്ത കഥകൾ, ഒരടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് മനുഷ്യന് മനസ്സിലാകുന്നത് പോലെയൊക്കെ ആക്കി തീർത്ത്, അത് സത്യമാണെന്നതുപോലെ ആക്കി തീർത്ത് നമ്മെ സമൂഹത്തിന്റെ നടുവിൽ വിഷമിപ്പിച്ച് നമ്മെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ. അത് നിശ്ചയമായിട്ട് ശരീരത്തിനൊരു ഉപദ്രവം ഉണ്ടാകുന്നതിനേക്കാളും വലുതാണത്. അപ്പൊ അങ്ങനെ കർത്താവിന്റെ നാമത്തിന് വേണ്ടിയിട്ട് ആ രീതിയിലുള്ള വിഷയങ്ങൾ വന്നാലും നമ്മൾ നിസ്സംഗരായാലും ദൈവസന്നിധിയിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് കർത്താവിനോട് കരയാം. കർത്താവിനോട് മുമ്പാകെ വന്ന് ദൈവത്തോട് സങ്കടം ബോധിപ്പിക്കണം. അത് നിശ്ചയമായിട്ടും വേദനയോടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും നന്മയോട് തിന്മ ചെയ്യരുത്. മനസ്സിലായി? പ്രതികാരം എനിക്കുള്ളത്, എനിക്കങ്ങ് വിട്ടതാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ ചെറുതുക അതാണ്. യേശു കർത്താവ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വളരെ ശ്രദ്ധയോടെ ഇമവിട്ടാത്ത നോട്ടമാണ്. നമ്മൾ അനുഭവിക്കുന്ന വേദനകളും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഹൃദയത്തിലെ വേദനകളും വിഷമങ്ങളും അപ്പം തന്നെ അറിയും. അപ്പനും ഉടനെ അറിയും. അപ്പൻ്റെ മുമ്പാകെ ഒരു ബുക്കുണ്ട്, അപ്പൻ അതവിടെ എഴുതി വയ്ക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ കണ്ണുനീര് അവിടെ നിന്ന് തുരുത്തിയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്, എനിക്കറിയാം എന്ന്. അതെ, നമ്മുടെ സങ്കടങ്ങളും കണ്ണുനീരും
കർത്താവ് കുറിച്ച് വയ്ക്കും. കർത്താവ് അതിന് വേണ്ടത് ചെയ്തോളും. നമുക്കുള്ള റിവാർഡ് അതിനുവേണ്ടി കരുതി വയ്ക്കുകയും ചെയ്യും. മറന്നു പോകരുത്. അങ്ങനെയാണ് നമ്മളത് നേരിടേണ്ടത്. അങ്ങനെയാണ് കർത്താവ് തന്നെ പറഞ്ഞത്. നമ്മൾ ഓർക്കേണ്ടതാണ്. കർത്താവ് തന്നെ പറഞ്ഞു, ഒരിക്കലും ആരാലും കുറ്റപ്പെടുത്താത്ത ഒരാള് ദൈവവൈതലാകാനായിട്ട് എങ്ങനെയാ സാധിക്കുക? അവരുടെ എന്ത് വിശേഷതയാണ് ഉള്ളത്? എല്ലാവരും നിങ്ങളെ കുറിച്ച് നല്ലത് മാത്രമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് വിശേഷതയാണുള്ളത് എന്ന് കർത്താവ് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, യേശു കർത്താവ് തന്നെ ഉപദ്രവിക്കപ്പെട്ടത് 3 തലങ്ങളിലാണ്. ഒന്ന് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു കർത്താവിനോട് അസൂയപ്പെട്ടു എന്നാണ്. അസൂയയാണല്ലോ ക്രൂശിക്കപ്പെട്ടത്. അസൂയയാണ് ഏറ്റവും പ്രധാനമായിട്ട് വന്നത്. നോക്കണേ, അസൂയയാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത് പറയുന്നത് വെറുതെ പകച്ചു. യേശു കർത്താവിന് വെറുതെ പകച്ചു, ഒരു കാരണമില്ലാതെ ഹെയ്റ്റ് ചെയ്തു. മനസ്സിലായോ? ഈ 2 കാര്യവും ചെയ്തത് ആരാന്ന് അറിയാമോ? ആരാണ് ചെയ്തത്? അന്യജാതിക്കാരായ വെളിയിലുള്ള മറ്റു മതങ്ങളിലുള്ള അവരാണോ? അല്ല, സ്വന്തം ആൾക്കാർ, യഹൂദന്മാർ തന്നെ. മനസ്സിലായല്ലേ? അവര് തന്നെ സ്വന്തം ദേശത്തും സ്വന്തം ആൾക്കാരുമാണ് യേശു കർത്താവിനെതിരെ, യേശു കർത്താവിനെ പീഡിപ്പിക്കാനായിട്ട് മുന്നിൽ നിന്നത്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, ഇത് ഓർക്കുക, നമ്മൾ ഒരു കാര്യവും പരസ്യമായിട്ടൊന്നും വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഭക്തിയോടെ, അടുക്കും ചിട്ടയോടുള്ള ജീവിതവും ജീവിത വിശുദ്ധിയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കർത്താവിന്റെ സ്നേഹം ആരോട് മുമ്പാകെയും അത് നിസ്വാർത്ഥമായി പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ശാന്തമായി ജീവിച്ചാലും നമുക്ക് ഉപദ്രവം ഉണ്ടാവുമെന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. അത് മിക്കവാറും നമ്മുടെ ആളുകളിലൂടെയൊക്കെ തന്നെയായിരിക്കും മിക്കവാറും എത്തുക. പക്ഷെ നമ്മൾ കുലുങ്ങി പോകരുത്. നമുക്ക് ദൈവം ഇതെല്ലാത്തിൻ്റെയും, ഇതെന്തുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത്? ദൈവത്തിന്റെ സന്നിധിയിൽ നാം അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. കർത്താവ് നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. നമ്മളുടെ മക്കൾ വിജയിക്കുന്നുണ്ട്. നമ്മൾ ഉന്നതമായ നിലയിലാകുന്നുണ്ട്. നമ്മൾ കുലുങ്ങാതെ വളരെ സന്തോഷത്തോടെ സമൂഹത്തിന്റെ നടുവിൽ ആളുകളുടെ മുമ്പാകെ ഇങ്ങനെ വളരെ സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ട്. സമൃദ്ധിയായി കർത്താവ് നമുക്ക് വേണ്ടുവോളം അനുഗ്രഹിച്ച് നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അസൂയ, അതുകൊണ്ടാണ് വെറുതെ പകയ്ക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് കർത്താവ് ഈ ഭൂമിയിൽ തന്നെ നമുക്ക് വേണ്ട പ്രതിഫലം തരുന്നു. വരുവാനുള്ള രാജ്യത്തിൽ നമുക്ക് കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. മറന്നു പോകരുത്. നമ്മൾ കഷ്ടം സഹിക്കുന്നത് പത്രോസ് പറഞ്ഞത് കൂടെ ഞാൻ ഇപ്പൊ അവസാനിപ്പിക്കാം. അതായത് 1 പത്രോസ് 4:16 1 പത്രോസ് 4:16 പറയുന്നത്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. നമ്മള് ഒരു കള്ളനായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ, തട്ടിപ്പുകാരനായിട്ടോ കൊലപാതകയായിട്ടോ ഒന്നും അല്ലല്ലോ കഷ്ടം സഹിച്ചിരിക്കുന്നത് എന്ന് വീണ്ടും പറയുന്നതാണ്. അതുകൊണ്ട് കർത്താവ് നിമിത്തം എങ്ങനെയുള്ള കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അതൊരു ഭാഗ്യമാണെന്ന് കരുതി നാം സന്തോഷത്തിന് മുന്നോട്ട് പോകാം. ഘോഷിച്ച് ഉല്ലസിപ്പിനെന്നാണ് സ്തോത്രത്തോടെ പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാൻ നമുക്കിട വരണം. അതിനുവേണ്ട കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ.